الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മളേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇരുത്തവും സംസാരവും കേൾവിയുമെല്ലാം അവൻ സാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ കൂടിയിരിക്കാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നടത്തിയ ഒട്ടനവധി ഉപദേശങ്ങളിൽ നിന്ന് വളരെ പ്രധാനമായ പ്രസക്തമായ ചിന്തനീയമായ ഒരു ഉപദേശമാണ് മുത്തബിഉ സുന്ന എന്ന് വിളിക്കപ്പെടുന്ന സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നടത്തിയ ഉപദേശം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അബ്ദുല്ലാഹിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുക പക്വതയുടെയും വിവേകത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രതീകമായ ഒരു വലിയ മനുഷ്യനായിട്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിലാണ് ഇസ്ലാമിൽ ഒരുപാട് ആഭ്യന്തര കലാപങ്ങൾ നടന്നത്. സിഫീൻ യുദ്ധം, ജബൽ യുദ്ധം, അതുപോലെ തന്നെ കർബല കൂട്ടക്കൊലയുമെല്ലാം നടക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോഴാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമ്പോഴും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമ്പോഴും ഹസൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമ്പോഴും എല്ലാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്.
ആ സമയത്ത് ശക്തമായ രണ്ട് ചേരികളായി മുസ്ലിം ഉമ്മത്തിൽ ഭൂരിഭാഗവും മാറിയപ്പോൾ അവിടെ ഏറ്റവും വിവേകപൂർണമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത മഹാനായ ഒരു സഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുആവിയയുടെ മരണത്തിന് ശേഷം എല്ലാവരും മുസ്ലിം ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് 3 വ്യക്തികളിലേക്കാണ്. അതിൽ ഒരാൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ ആൾ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തെ ആൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ കാണിക്കപ്പെട്ട ഇത്രയും വലിയ പക്വതയും വിവേകവും അദ്ദേഹത്തിന് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് നാം അന്വേഷിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സന്ദേശത്തെ അദ്ദേഹം ഒപ്പിയെടുത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അധികം ഉദാഹരണമൊന്നും വേണ്ട. കർബലയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെടുമ്പോ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ ഉപദേശമുണ്ട്. എന്താണെന്നറിയത്? മോനെ, നീ ഇപ്പൊ പോകരുത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മൂത്ത ആളാണ്. മോനെ, നീ ഇപ്പൊ പോകരുത്. കാരണം സിംഹാസനങ്ങളും രാജാധികാരങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്റെ പേരക്കുട്ടിക്ക് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുമ്പോൾ പടച്ചോൻ 2 ചോയ്സുകൾ പ്രവാചകന് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നബിയെ ഈ ലോകത്തുള്ള സിംഹാസനങ്ങളും ചെങ്കോലുകളും ഉന്നത സോപാനങ്ങളും അലങ്കരിച്ചുകൊണ്ട് ഒരുപാട് കാലം അങ്ങേക്ക് ജീവിക്കാം. അതല്ലെങ്കിൽ നബിയെ എന്നിലേക്ക് അങ്ങേക്ക് തിരിച്ചു വരാം എന്ന 2 ചോയ്സുകൾ പ്രവാചകന് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന് മടിയുമില്ലാതെ സ്വീകരിച്ചത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്, പടച്ചോന്റെ അടുത്തേക്ക് യാത്ര ചെയ്യാനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നിന്റെ ഉപ്പാപ്പ ആഖിറം തിരഞ്ഞെടുത്തപ്പോ, നിന്റെ വല്യപ്പ ആഖിറം തിരഞ്ഞെടുത്തപ്പോ അദ്ദേഹം യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്തത് നിനക്ക് കൂടി വേണ്ടിയാണ്, കുടുംബത്തിന് കൂടി വേണ്ടിയാണ്, അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് തന്നെ രാജാധികാരം നിനക്ക് കൈയാളാൻ കഴിയില്ല. അത് നിനക്ക് പറഞ്ഞതല്ല, നിനക്ക് എത്രയോ ഉന്നതമായ പരലോകമാണ് ഭൂഷണം എന്ന അദ്ദേഹത്തിന്റെ ഉപദേശം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു ഉപദേശമുണ്ട്. പ്രവാചകൻ അത്തരത്തിലുള്ള ഉപദേശങ്ങളാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ ജ്ഞാനിയാക്കി മാറ്റിയത്. പ്രവാചകൻ ഒരിക്കൽ ഇബ്നു ഉമറിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറയാണ്, മോനെ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോ 2 രീതിയിലാണ് നിനക്ക് ജീവിക്കാൻ പറ്റുക. അതിലൊന്നാമത്തത്, നീ ഒരു ഗരീബായിക്കൊണ്ട് ജീവിക്കണം, ഒരു അപരിചിതനായിക്കൊണ്ട് ജീവിക്കണം. എന്താണ് അപരിചിതത്വം പ്രിയപ്പെട്ടവർ? ശരിക്കും നമ്മൾ കൂടുതൽ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് അപരിചിതത്വം? ദുനിയാവിൽ നമുക്കൊരു അപരിചിതത്വം ഉണ്ടാവേണ്ടതുണ്ട്. എന്താണ് അപരിചിതത്വം? ലോകത്ത് നടക്കുന്ന അധാർമികതകളിൽ നിന്നും അസംസ്കാരങ്ങളിൽ നിന്നും വിട്ടുമാറാത്ത വിവിധ തരത്തിലുള്ള പോരായ്മകളിൽ നിന്നുമെല്ലാം ഒരു അപരിചിതത്വം എപ്പോഴും നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കാൻ നിനക്ക് സാധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴിയാത്രക്കാരൻ ഒരു റെയിൽവേ സ്റ്റേഷൻ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ എയിം ചെയ്തുകൊണ്ട് പുറപ്പെട്ടാൽ അതിനിടയിൽ ഒരുപാട് സ്റ്റേഷനുകൾ ഉണ്ടാവും. അവിടെ ഒരുപാട് കടികൾ ഉണ്ടാവും, ഒരുപാട് ചായകൾ ഉണ്ടാവും, കാപ്പി ഉണ്ടാവും, സ്നാക്സ് ഉണ്ടാവും, മറ്റു പല സൗകര്യങ്ങൾ ഉണ്ടാവും. ചില റെയിൽവേ സ്റ്റേഷനിൽ സുന്ദരമായ AC റൂമുകൾ ഉണ്ടാവും, ആളുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതൊരു ഇടത്താവളം മാത്രമാണ്. അയാൾക്ക് ഇനിയും സഞ്ചരിക്കേണ്ടത്, അയാളുടെ ലക്ഷ്യം വേറെയാണ്. അതുപോലെ ഒരു ആബിറു സബീലായി വഴിയാത്രക്കാരനായി ജീവിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ആശയം 1000 തവണ പടച്ചറപ്പ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഖദ് ഖസിറ الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون
يحملون أوزارهم على ظهورهم ألا ساء ما يزرون وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون. നിശ്ചയം അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് നിഷേധിച്ച ആളുകൾ അങ്ങേയറ്റത്തെ നഷ്ടക്കാരായിരിക്കുന്നു. അവരതാ നാളെ പരലോകത്ത് വരുന്നത് ഏറ്റവും മോശമായ ചുമട്ടുമായിട്ടായിരിക്കും, ഏറ്റവും വൃത്തിഹീനമായ ചുമട്ടുമായിട്ടായിരിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം ഒന്നുമല്ല, ഇല്ലാ ലഅബുൻ വലഹു, കേവലം കളിവിനോദം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം. വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ, ആഖിറത്തിന്റെ ഭവനമാണ് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ടുള്ളത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഈ ഒരു ആയത്ത് കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു ഇങ്ങനെ ഒരു വിഷയത്തെ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാൻ. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇഅ്ലമൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു, നിശ്ചയം ഈ ദുനിയാവിലെ ജീവിതം കളിവിനോദങ്ങൾ മാത്രമാണ്. കളിയുടെയും വിനോദത്തിന്റെയും പ്രത്യേകത എന്താണ്? ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും കളിയിലും വിനോദത്തിലും ഏർപ്പെടുക. കളിക്കും വിനോദത്തിനും ഒരു പരിധിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒഴിവ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം നാം ഏർപ്പെടുന്നതിനെയാണ് കളി വിനോദങ്ങൾ എന്ന് പറയുക. ആ കളി വിനോദങ്ങളുടെ സ്ഥാനമേ സമയത്തിന് വെച്ച് നോക്കുമ്പോൾ ഈ ദുനിയാവിലുണ്ടോ എന്നാണ് അല്ലാഹു പറയുന്നത്. ആ കളി വിനോദത്തിനും അപ്പുറം ഈ ദുനിയാവിന് എന്തെങ്കിലും നിർവചനം നൽകാൻ കഴിയുമെങ്കിൽ എന്താണ്? വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. രണ്ടാമത്തെ ദുനിയാവിലെ ജീവിതത്തിന്റെ നിർവചനം എന്താണ്? അത് നിങ്ങളുടെ പരസ്പരമുള്ള ഫഖറും കസറും മാത്രമാണ്. എന്തൊക്കെയോ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, എന്റെ സന്താനങ്ങൾ എവിടെയൊക്കെയോ എത്തിപ്പെട്ടിട്ടുണ്ട്, എന്റെ സമ്പാദ്യം ഇത്ര ആധിക്യമുള്ളതാണ് എന്ന് പരസ്യമായും പരോക്ഷമായും നിങ്ങൾ നടക്കുന്ന ഭോഷ്ക് മാത്രമാണ് ഈ ദുനിയാവ്. അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെക്കുകയാണ്. ഈ ദുനിയാവിന്റെ ഷഹവത്തുകൾ എന്തൊക്കെയാണ്? സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബ് വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹറസ് ذلك متاع الحياة الدنيا والله عنده حسن المآب. ജനങ്ങൾക്ക് അലങ്കാരമായി തോന്നിക്കുകയാണ്. എന്താണ്? സ്ത്രീകളുടെ വിഷയത്തിലുള്ള, സന്താനങ്ങളുടെ വിഷയത്തിലുള്ള, സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഷയത്തിലുള്ള, ആഡംബര വാഹനങ്ങളുടെ വിഷയത്തിലുള്ള അവരുടെ അമിതമായ പ്രമത്തത അവർക്കൊരു അലങ്കാരമായി തോന്നിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖുൽ ഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും للذين اتقوا عند ربهم لهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. ഇപ്പറഞ്ഞ നശ്വരമായ എല്ലാ ആസ്വാദനങ്ങളെക്കാളപ്പുറം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഉന്നതമായ ഒരു പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? എന്താണത്? താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഉന്നത സൗധങ്ങളുള്ള സുഖാഡംബരത്തിന്റെ പ്രതീസയായ സ്വർഗമാണ് അവർക്ക് പകരമായി നൽകപ്പെടുക. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യഖൂലൂന, അവർ പറയുകയാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ, അല്ലാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഗ്ഫിർ ലനാ ദുനൂബനാ, അതുകൊണ്ട് ഞങ്ങളുടെ പാപം ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വഖിനാ അദാബന്നാർ, ഭയാനകമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങൾക്ക് മോചനം നൽകുകയും ചെയ്യണേ നാഥ. അവരുടെ പ്രത്യേകത എന്താണ്? അസ്സാബിരീന വസ്സാദിഖീൻ വൽഖാനിതീന വൽമുൻഫിഖീൻ
والمستغفرين بالأسحار അവർ ക്ഷമാലുക്കളാണ് الصابرين والصادقين അവർ സത്യവാന്മാരാണ് والقانتين അവർ ഭയഭക്തിയുള്ളവരാണ് والمنفقين അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവരാണ് والمستغفرين بالأسحار അവർ അല്ലാഹുവിനോട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രഭാതത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. അതാണ് ഈ ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായതെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അല്ലാഹു ഒരു കാര്യം ചോദിക്കുന്നത് നമ്മോട്, നിങ്ങളുടെ ഇന്നലകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ഈ ദുനിയാവ് വാരിക്കൂട്ടുന്നതിന് വേണ്ടി, ഈ ദുനിയാവ് സമ്പാദിക്കുന്നതിന് വേണ്ടി ബന്ധങ്ങളുടെ വില നോക്കാതെ, ആഖിറത്തിലെ വിജയം നോക്കാതെ, നന്മയും തിന്മയും നോക്കാതെ, ഹക്കും ബാത്തിലും ഹറാമും ഹലാലും ഒന്നും നോക്കാതെ, വെറുപിടിച്ച ചെന്നായ്ക്കളെ പോലെ, പുരബാധിച്ച മൃഗങ്ങളെ പോലെ ഭൗതികത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സമ്പാദിക്കാൻ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നവരെ, നിങ്ങൾ സമ്പാദിച്ചുകൊള്ളൂ. എത്ര വേണമെങ്കിലും നിങ്ങൾ ഈ ദുനിയാവിനോട് ഓടിക്കൊള്ളുക. പക്ഷെ നിങ്ങളുടെ ഇന്നലകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ وزروع ومقام كريم ونعمة كانوا فيها فاكهين. എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, എത്രയെത്ര അരുവികളാണ്, എത്രയെത്ര സൗധങ്ങളാണ്, കൊട്ടാരങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ്, സിംഹാസനങ്ങളാണ്, എത്രയെത്ര അനുയായി വൃന്ദങ്ങളെയാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളെയാണ് ചരിത്രത്തിന്റെ ഇന്നലകളിലെ കുബേരന്മാർ, ഇന്നലകളിലെ രാജാക്കന്മാർ ഈ ദുനിയാവിൽ വിട്ടേച്ചു പോയത്. ഇതൊന്നും നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നില്ലേ? ഇതൊന്നും ചിന്തിക്കാനുള്ള വക നിങ്ങൾക്ക് നൽകുന്നില്ലേ എന്ന് അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിൽ നമ്മോട് ചോദിക്കുകയാണ്. നാളെ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മനുഷ്യരോട് പടച്ചറബ് ചോദിക്കുമെന്നാണ്. കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദ്ദീൻ. നിങ്ങൾ എത്ര ദിവസമാണ് ഈ ദുനിയാവിൽ ജീവിച്ചത്? അവരതാ മറുപടി പറയുകയാണ്, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദ്ദീൻ. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ചെറിയ ഭാഗമോ മാത്രമേ ഞങ്ങൾ ആ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഈ മനുഷ്യരത മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൻ നാസിആത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും, കല്ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു പ്രഭാതമോ മാത്രമേ ഈ ദുനിയാവിൽ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് നാളെ മഹ്ശറയിൽ വെച്ച് ആ മനുഷ്യരങ്ങനെ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ആയത്തുകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് വളരെ ചെറുതാണ്, വളരെ നശ്വരമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പരലോകത്തെ കുറിച്ചും അതുപോലെ ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലാഹു പറഞ്ഞത്, ഞാനത് വളരെ അടുത്തായിട്ടാണ് കാണുന്നത്, വളരെ സമീപമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കാണ് ഈ 1000 കൊല്ലം 2000 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലഘട്ടമാണ്. പക്ഷെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് തൊട്ടടുത്ത് വരാനുള്ള വലിയ സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിലും അപ്പുറം ഒരു കോമൺ ലോജിക് ആണല്ലോ. ഈ ലോകത്തെല്ലാം നശിക്കുന്നതാണ്. എന്റെ മുന്നിൽ കുറെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ തൊലിയിലേക്ക് നിങ്ങൾ നോക്കി നോക്കും. ഒരു 10-60 വർഷം കഴിഞ്ഞാൽ അവരുടെ തൊലിപ്പുറം എങ്ങനെ ഉണ്ടാവുക? എന്റെ മുന്നിൽ ഒരുപാട് യുവാക്കളും യുവതികളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തൊലിപ്പുറങ്ങൾ നോക്കുക, കണ്ണാടി നോക്കുക, നിങ്ങൾക്ക് സംതൃപ്തിയായിരിക്കും. അൽഹംദുലില്ലാഹ്, നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. പക്ഷെ ഇതേ നിങ്ങൾ ഒരു 10-60 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 50-40 വർഷം കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ നിങ്ങളുടെ തൊലിയൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടുണ്ടാവും, സൗന്ദര്യം ഉണ്ടാവില്ല, എല്ലാം അസ്തമിച്ചിട്ടുണ്ടാവും, പണ്ടുള്ള കാഴ്ചപ്പുണ്ടാവില്ല, ഇന്നുള്ള കേൾവി അന്നുണ്ടാവില്ല, ഇന്നുള്ള ഓർമ്മ അന്നുണ്ടാവില്ല. എല്ലാം അറിഞ്ഞതിന് ശേഷം, ലോകവിവരം എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. സ്വാഭാവികമായ ഈ പ്രകൃതിയുടെ പരിണാമമാണത്. എല്ലാം നശിക്കും. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കവിതയുണ്ട്, കുമാരനാശാന്റെ വീണപൂവ് എന്നാണ് ആ കവിതയുടെ പേര്. നമ്മളൊക്കെ പാടി പഠിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ആ പുഷ്പമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നത് ഒരു അഗ്നി കണക്കയേന്തി,
ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം, ആ ഭൂതി അങ്ങ് പുനരെങ്ങും നിന്റെ ഈ കിടപ്പി തോർത്താൽ. അല്ലയോ പൂവേ, അദ്ദേഹം ഒരു പൂവിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ആ പൂവിന് ചുറ്റിലും ഇങ്ങനെ ഒരു കരിവണ്ട് ഇങ്ങനെ അതിന്റെ ചുറ്റിലും ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പം അതിനെ നോക്കിയിട്ട് അദ്ദേഹം പാടിയതാണ്, ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കെ നീ. ഉന്നതങ്ങളിൽ ആളുകൾ ഇങ്ങനെ നോക്കി കാണുന്ന ഒരവസ്ഥയിൽ എത്രയോ ശോഭയോടെ ആളുകളുടെ കണ്ണുകൾക്ക് ഇമ്പം നൽകിക്കൊണ്ട് കാണുന്നവരെല്ലാം ഓ എന്ത് നല്ല പൂവ് എന്ന് അഭിനന്ദനം ഏറ്റുകൊണ്ട് നീ നിന്നിരുന്ന ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നോ ശ്രീഭൂവിന് അസ്ഥിരം അസംശയം, ആ ഭൂതിയെ പുനരെങ്ങു നിന്റെ ഈ കിടപ്പി തോർത്താൽ. ഈ ഭൂമിയിലെ ഐശ്വര്യം ഒരിക്കലും ശാശ്വതമല്ല എന്ന് നിന്റെ ഈ കിടപ്പി തോർത്താൽ മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ആ കവിതയിൽ മുഴുവൻ അദ്ദേഹം വിശദീകരിക്കുന്നത് അറിയോ, അന്ന് നീ സുന്ദരിയായിരുന്നപ്പോ, എല്ലാ സൗന്ദര്യവും പടച്ചോ നിനക്ക് വാരിക്കോരി തന്നപ്പോ നിന്റെ ചുറ്റിലും ഒരുപാട് പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു, സുന്ദരന്മാരായ ഒരുപാട് ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിതാ നീ വീട് കിടക്കാൻ, നിന്റെ സൗന്ദര്യം മങ്ങി, നീ മണ്ണിനോട് ചീഞ്ഞു ചേരാൻ പോവാൻ. അവിടെ നിന്റെ ഈ വേർപാടിൽ വിരഹ ദുഃഖത്തോടെ നിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് ഒരു കരിവണ്ട് മാത്രമാണ്. കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ശരിക്കും ഹൃദയസ്പർശിയാണ് കവിത. എന്തുകൊണ്ടാണ് ഹൃദയസ്പർശിയാവുന്നതെന്നറിയോ? നമ്മൾ ആ ഒരു വസ്തുത ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. അതൊരു വസ്തുതയാണ്. നശിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും, മരിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയുടെ ഒരു ഡിക്കേയിങ് സ്റ്റേജസ് എന്ന് ഗൂഗിളുകൾ അടിച്ചൊക്കെയാൽ കാണാൻ പറ്റും. ഒരു 2-3 മാസമൊക്കെ ആവുമ്പോഴേക്ക് നമ്മുടെ ശരീരം ഇങ്ങനെ അടുക്കാൻ തുടങ്ങും. ശരീരം ഇങ്ങനെ അഴുകാൻ തുടങ്ങും. അതായത് ഇങ്ങനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ പുറത്തിങ്ങോട്ട് വരും. അങ്ങനെ അഴുകാൻ തുടങ്ങും. പിന്നെ ഒരു ദ്രാവക രൂപത്തിലായി മണ്ണിനോട് അങ്ങോട്ട് ചേരും. നമ്മളായിരിക്കും അസ്ഥികൂടം കുറെ കാലം ബാക്കി, ഒന്നുമില്ല, 1 വർഷത്തിനുള്ളിൽ ഈ അസ്ഥികൂടങ്ങളിലെ ചില ഭാഗങ്ങൾ ഒഴിച്ച് മണ്ണായി മാറിയിട്ടുണ്ടാവും. ഖബർസ്ഥാനിൽ പോയിട്ട് ആളുകൾ ഒരു വലിയ കമ്പി എടുത്ത് താഴെ കുത്തുന്നത് കണ്ടിട്ടുണ്ടാവും. ആ താഴെ കുത്തി നോക്കുന്നതിനറിയോ, പഴയ ഖബർ അവിടെ ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് 6 അടി മണ്ണ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതും കിട്ടൂല. അവിടെ പറയാറുള്ള ഒരു സംഗതിയാണ്, 6 അടി മണ്ണല്ലേ നമുക്ക് കിട്ടുള്ളൂ, വേറൊന്നും കിട്ടൂലല്ലോ. അത് കിട്ടുന്ന ആരാ നമ്മളോട് പറഞ്ഞേ? 6 അടി മണ്ണ് കിട്ടും. ആ 6 അടി മണ്ണിന്റെ അവകാശികൾ ഖിയാമത്ത് നാൾ ആകുമ്പോഴേക്ക് 12,000 പേര് വേറെ വരും. അവരെല്ലാവരും ആ മണ്ണിനോടാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ഓരോ ആളുകളെ പടച്ചോണിങ്ങനെ എഴുന്നേൽപ്പിക്കുക. ഏതുപോലെന്നറിയോ, മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഭൂമിന്റെ അടി നീയാമാറ്റം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കേൾക്കണ്ട. അതുപോലെ രണ്ടാമത്തെ സൂറിൽ ഓതുന്ന സമയം മനുഷ്യന്മാരെ മണ്ണിന്റെ അടിയിൽ അങ്ങനെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൂട്ടമായി അവരെങ്ങനെ പുറപ്പെടും. സുബ്ഹാനല്ലാഹ്. അതൊക്കെ അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ഈ ദുനിയാവ് എത്രമാത്രം നമ്മുടെ ഈ ശരീരം എത്രമാത്രം നശ്വരമാണ്, നശിക്കുന്നതാണ്, എത്രമാത്രം ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. സുനാമി വന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചപ്പോ അവരുടെ കൈകളിലെ വാച്ചുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത്രേ. നമ്മളൊരു കടയിൽ പോയിട്ട് ഇതിന് ഗ്യാരണ്ടി എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിന് ഗ്യാരണ്ടി ഇല്ല. ഏത് നിമിഷവും മരിക്കും. മരണം മുന്നിലേക്ക് വരാൻ ഒരിക്കലും യുവത്തൊരു തടസ്സമല്ല, ഒരിക്കലും ഒരു തടസ്സമല്ല. റമദാനിൽ ഇത്തികാഫിരിക്കുമ്പോഴാണ് ഒരു യുവാവിന്റെ മരണ വാർത്ത വരുന്നത്. കല്യാണം നിശ്ചയിച്ചിട്ടുള്ളൂ, 24 വയസ്സ്, ഒരു പ്രശ്നമില്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, വേറൊരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അറ്റാക്ക് വന്നിട്ട് മരിച്ചു. ആരാ പ്രതീക്ഷിക്കുക? പ്രിയപ്പെട്ട ആലോചിച്ചു നോക്ക്, ആരാണ് പ്രതീക്ഷിക്കുക? അത് മരണത്തിന്റെ ഒരു സുന്നത്താണ്. അങ്ങനെയേ മരിക്കുള്ളൂ. ഇനി മരണത്തിന്റെ തീയതി എങ്ങനെ പഠിച്ചോ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിലോ, സുബ്ഹാനല്ലാഹ്, നമ്മളിവിടെ ചിരിച്ചു കളിച്ചിട്ടൊന്നും ജീവിക്കൊന്നുമില്ല. അത് 10 വർഷത്തിനപ്പുറത്താണെങ്കിലും ആ തീയതി ഇങ്ങനെ കലണ്ടറിൽ കാണുമ്പോൾ മുട്ടുകാരി ഇങ്ങനെ പരസ്പരം ഇടിക്കും. അത് അള്ളാഹുവിന്റെ ഒരു റഹ്മത്താണ്, അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അർത്ഥഗർഭമായ ഉപദേശമാണെന്ത്? അക്സിറു ദിക്റ ഹാദിമിൽ ലദാത്തിൽ മൗത്ത്. എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണമാകുന്ന ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് നീ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഹയാത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്തെല്ലാം പറഞ്ഞെന്താ അറിയോ? ഗറൂർ എന്നാണ് പറഞ്ഞത്, വഞ്ചനയുടെ വിഭവമാണെന്നാണ് പറഞ്ഞത്. എന്നാൽ മരണത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു ഹഖ് എന്നാണ് പറഞ്ഞത്. സൂറത്തുൽ ഖാഫ് എടുത്ത് തുറന്നു നോക്കുക. സൂറത്തുൽ ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്.
മരണമതാ സത്യവും കൊണ്ടുവരികയാണ്. ഏതൊന്നിൽ നിന്നാണോ നീ കുതറി മാറാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, ഏതൊന്നിൽ നിന്നാണോ നീ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, ആ മരണം സത്യവും കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതാണെന്ന് പടച്ചറപ്പ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ മരണം നാം ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതായ മരണം ലൈസൽ ഗരീബ ഗരീബുശ്ശാമി വൽ യമനി ഇന്നൽ ഗരീബ ഗരീബുൽ ലഹ്ദി വൽ കഫനി. ഒരിക്കലും അപരിചിതത്വം എന്ന് പറയുന്നത് ഷാമിലോ യമനിലോ ഉള്ള അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും രാജ്യത്തിലുള്ള ആളുകളല്ല അപരിചിതർ. യഥാർത്ഥത്തിൽ അപരിചിതർ ആരാണ്? ഖബറിലും കഫൻ പുടവയിലും കിടക്കുന്ന ആളുകളാണ് യഥാർത്ഥ അപരിചിതർ. അവർ പുതിയൊരു ലോകത്തേക്ക് പോകുകയാണ്. കാഴ്ച കണ്ടു പരിചയമില്ലാത്ത, കേട്ട് കേൾവിയില്ലാത്ത, അനുഭവമില്ലാത്ത പുതിയൊരു ലോകത്തേക്ക് അവർ യാത്രയാവുകയാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ആ മരണത്തിന്റെ സമയത്ത് ഓരോ മനുഷ്യനെയും ബാധിക്കുന്ന വാക്കുകളാണ് പറയപ്പെടുന്നത്. എന്താണ്? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഈ ഒരു ദിവസത്തെ കുറിച്ചും ഈ ഒരു ലോകത്തെ കുറിച്ചും നീ ശ്രദ്ധയിലായിരുന്നു. ഫകശഫ്നാ അൻക ഗിതാഅക. നിന്റെ കണ്ണിന്റെ മൂടിയിലാ ഇന്നേ ദിവസം ഞാൻ നീക്കം ചെയ്യുകയാണ്. നമ്മുടെ കണ്ണുകൾക്ക് മൂടിയുണ്ട്, നമ്മുടെ കാതുകൾക്ക് ഒരു മറയുണ്ട്. അതുകൊണ്ടാണ് ഈ സദസ്സിലിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയാത്തത്. അല്ലാഹു നമ്മുടെ കണ്ണുകൾക്ക് മൂടിയിട്ടത് കൊണ്ടാണ്. നമ്മുടെ അരികെ വന്നുകൊണ്ട് വസ്വാസ് നടത്തുന്ന പിശാചുകളെ നമുക്ക് കാണാൻ കഴിയാത്തത് നമ്മുടെ കണ്ണുകൾക്ക് മൂടിയുള്ളത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലുള്ള മലക്കുകളുടെ സംസാരത്തിന്റെ ശബ്ദം അത് നമുക്ക് കേൾക്കാൻ കഴിയാത്തത് നമ്മുടെ ചെവിക്ക് മൂടിയുള്ളത് കൊണ്ടാണ്. ഖബറിടങ്ങളിൽ കിടന്നുകൊണ്ട് ബർസഖിന്റെ ലോകത്ത് നിന്ന് ഭയാനകമായ ശിക്ഷകൾ അനുഭവിക്കുന്ന ആ മനുഷ്യരുടെ ദീനരോധനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയാത്തത് നമ്മുടെ ചെവികൾക്ക് മൂടിയുള്ളത് കൊണ്ടാണ്. ഹോസ്പിറ്റലിൽ ബെഡിൽ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കാണുന്ന നല്ലതോ ചീത്തയോ ആയ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്തത് നമ്മുടെ കണ്ണിന് മൂടിയുള്ളത് കൊണ്ടാണ്. നമ്മുടെ കണ്ണിന് അല്ലാഹു ഒരു മറയിട്ടത് കൊണ്ടാണ്. എന്നാൽ മരണത്തിന്റെ ദിവസം അതാ മറയെന്ന് നീക്കപ്പെടുകയാണ്. ആ മറ നീക്കപ്പെടുന്ന സമയം ഈ ദുനിയാവുമായി എല്ലാം വിട പറഞ്ഞു പോകുന്ന സമയം, ഈ ദുനിയാവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുന്ന സമയം, പരലോക കാഴ്ചയിലേക്കുള്ള വാതിൽ പടച്ചറപ്പ് നമ്മുടെ മുന്നിലേക്ക് തുറന്നു തരികയാണ്. അവിടെ ഏതാ രണ്ട് തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നു. കുറ്റവാളികളായ ആളുകൾ എന്ന് പറയുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ. റബ്ബനാ അബ്സർനാ ഫസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹുവേ, ഞങ്ങളിതാ കണ്ടിരിക്കുകയാണ്, ഞങ്ങളിതാ കേട്ടിരിക്കുകയാണ്, അറിഞ്ഞിരിക്കുകയാണ്. റബ്ബേ, പറയപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് ഞങ്ങളിതാ അംഗീകരിച്ചിരിക്കുകയാണ്. റബ്ബേ, ഫർജിഅനാ നഅമൽ സാലിഹാ. ഞങ്ങളെ ഒന്ന് മടക്കണേ, ഒന്ന് തിരിച്ചു പോകാൻ ഞങ്ങളെ അനുവദിക്കണേ. ഞങ്ങൾ നന്മകൾ ചെയ്തു കൊള്ളാം, സാലിഹായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളാം. ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾ സദ്വൃത്തരായ ആളുകളിൽ, ഭക്തന്മാരായ ആളുകളിൽ ഉൾക്കൊള്ളുകയും ചെയ്യാം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅഥൂൻ. ആ റൂഹ് പിടിക്കാൻ വന്ന മലക്കുകളോട് ആ മനുഷ്യൻ പറയുകയാണ്, പടച്ചോനെ, ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്തേക്കാം, ഒന്നെന്നെ തിരിച്ചയക്കണേ, എനിക്ക് ചെറിയ അവസരങ്ങൾ കൂടി തരണേ എന്ന് ഓരോ മനുഷ്യരും പറയും. അവരുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, സ്വതക്ക ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും, കുടുംബ ബന്ധങ്ങൾ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് തെറ്റിപ്പിരിഞ്ഞ തന്റെ കൂട്ടുകാരനുമായി, തന്റെ കുടുംബക്കാരനുമായുള്ള ബന്ധമൊന്ന് നന്നാക്കാൻ ഒരു മിനിറ്റ് കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് 1000 തവണ ആഗ്രഹിക്കുന്നവരുണ്ടാകും. എന്നാൽ ഈ ചോദ്യത്തിനെല്ലാം പടച്ചറപ്പ് പരിശുദ്ധ ഖുർആനിൽ മറുപടി പറയുന്നുണ്ട്. എന്താണ്? അല്ലാഹു നിശ്ചയിച്ച
ഉറപ്പിച്ച അവധി വന്നെത്തിയാൽ ആ അവധിയിൽ നിന്നൊരു സെക്കൻഡ് പോലും പിടിവിട്ടു പോകാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. മലക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, മലക്കുൽ മൗത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചു വരവില്ല. ലോകത്തൊരാൾക്കും ആ തിരിച്ചു വരവ് പടച്ചവൻ കൊടുത്തിട്ടില്ല. യാത്ര തന്നെയാണ് അവിടെ അങ്ങോട്ട്. അള്ളാന്റെ റസൂൽ ആ യാത്രയെ കുറിച്ച് നേരിൽ കാണുന്നത് പോലെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകത്ത് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവർ, ഈ ലോകത്ത് അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചവർ, ആ ജീവിച്ചവരുടെ ആത്മാവിനെ പറയുന്ന പേരാണ് നഫ്സുൻ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവ്. ഈ ആത്മാക്കളെ കൊണ്ടുപോകാൻ വരുന്ന മലക്കുകളെ കുറിച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്, ഈ മനുഷ്യനതാ കിടക്കുന്ന മുകളിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ വാഹനം ആക്സിഡന്റ് ആയി അവന്റെ ശരീരത്തിനകത്തേക്ക് ഇരുമ്പിന്റെ ചീളുകൾ തറച്ചു കയറിയ നിലയിലാണ്, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും രംഗത്ത് വെച്ച് മരണവുമായി മല്ലിടുകയാണ്. അത് കടയിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലായിരിക്കാം, ഏതെങ്കിലും വീടുകളിലായിരിക്കാം. അവനങ്ങനെ മരണത്തോട് മല്ലിടുന്ന സമയം, മരണത്തെ മുഖാമുഖം കാണുന്ന സമയം, അവന്റെ ചുറ്റിലുമുള്ള ആരും കാണാത്ത ചില കാഴ്ചകൾ അവനതാ കാണുകയാണ്. അവന്റെ മുന്നിലുള്ള മനുഷ്യരുടെ മുഖങ്ങൾ അവന്റെ കണ്ണിൽ നിന്ന് മറയുന്നു. പകരം അതാ അള്ളാഹുവിന്റെ മലക്കുകളുടെ രൂപം അതാ അവന്റെ കണ്ണിൽ തെളിയുകയാണ്. ആ മലക്കുകൾ എവിടം വരെ ഉണ്ടാകുമെന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അവന്റെ കണ്ണ് എത്ര ദൂരം പോകുമോ അത്രയും ദൂരം ആ മലക്കുകൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മലക്കുകളുടെ രൂപം എന്താണ്? സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളായിരിക്കും ആ മലക്കുകൾക്കുണ്ടാവുക. അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻപുടകളിൽ ഒരു കഫൻപുടവയുണ്ടായിരിക്കും. അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളിൽ സുഗന്ധദ്രവ്യം ഉണ്ടായിരിക്കും. അവർ റൂഹ് പിടിക്കാമെന്നവരല്ല, അവരിവന്റെ റൂഹിനെ പിടിക്കാമെന്നവരല്ല. റൂഹ് പിടിക്കാനുള്ള അവകാശം മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന് മാത്രമാണ്. ആ മലക്കുൽ മൗത്ത് വരാൻ വേണ്ടി ആ മലക്കുകൾ കാത്തിരിക്കുകയാണ്. അവസാനമതാ മലക്കുൽ മൗത്ത് വരുന്നു. എന്നിട്ട് ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇത് തിരിച്ചുപോക്കിലുള്ള സമയമാണ്, യാത്രയാകാനുള്ള സമയമാണ്. എവിടേക്കുള്ള യാത്ര? ഏതൊരു റബ്ബിനെ കുറിച്ചാണോ നീ സ്നേഹത്തിലായിരിക്കുന്നത്, ഏതൊരു റബ്ബിനെയാണോ നീ ഇഷ്ടപ്പെടുന്നത്, ഏതൊരു റബ്ബിനെ കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്, ആ റബ്ബ് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ റബ്ബിലേക്കുള്ള യാത്രയാണ്, ആ റബ്ബിലേക്കുള്ള തിരിച്ചുപോക്കാണ്. എന്നിട്ട് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിന്നെ പോലെയുള്ള ലക്ഷോപലക്ഷം ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ആലിമീങ്ങളുടെ ആ വലിയ കൂട്ടത്തിലേക്ക് യാത്രയാകാനുള്ള സമയമാണ്. നിന്നെ കാത്തിരിക്കുന്ന നിന്റെ സ്വർഗത്തിലേക്ക് യാത്രയാകാനുള്ള സമയമാണ്. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഈ കാര്യം പറയുമ്പോ ആ ആത്മാവിന്റെ പ്രതികരണം എന്താണ്, ആ റൂഹിന്റെ പ്രതികരണം എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേൾക്കാൻ ആഗ്രഹിച്ചതുപോലെ, കേൾക്കാൻ കാത്തിരിക്കുന്നത് പോലെ ആ ശരീരത്തിന്റെ അകത്ത് നിന്ന് റൂഹ് പുറത്തേക്ക് വരികയാണ്. ആ പുറത്തേക്ക് വരുന്ന രൂപം എങ്ങനെയാണെന്ന് പോലും അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തരുന്നു. നിറയെ വെള്ളമുള്ള ഒരു പാനപാത്രത്തിൽ നിന്ന് ആ പാനപാത്രം ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ എത്ര സുഗമമായിട്ടായിരിക്കും അതിന്റെ അകത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് വരിക. അതുപോലെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവതാ പുറത്തേക്ക് വരികയാണ്. ആത്മാവ് പുറത്തേക്ക് വരേണ്ട സമയം സ്വല്ലാ അലൈഹി മലായികത്തും ബൈനസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികൾക്കിടയിലുള്ള അല്ലാഹുവിന്റെ തെറ്റ് ചെയ്യാത്ത മലക്കുകൾ മുഴുവൻ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്നാണ് പ്രിയപ്പെട്ടവരെ. ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ എന്ന് പറയുമ്പോൾ ആ മലക്കുകളുടെ എണ്ണം എത്രയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി നമുക്ക് കാണാം. ആകാശഭൂമികൾക്കിടയിൽ ഒരു സൂചി കുത്താൻ പോലും
സ്ഥലമില്ല. അല്ലാഹുവിന്റെ ഒരു മലക്ക് അവിടെ സുജൂദ് ചെയ്തിട്ടില്ലാതെ, അല്ലാഹുവിന്റെ ഒരു മലക്ക് അവിടെ റുകൂ ചെയ്തിട്ടില്ലാതെ, അല്ലാഹുവിന്റെ ഒരു മലക്ക് അവിടെ ഇബാദത്ത് ചെയ്തിട്ടില്ലാതെ ആകാശ ഭൂമികൾക്കിടയിൽ ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അത്രയും ആധിക്യമുള്ള മലക്കുകൾ മുഴുവൻ ഈ മനുഷ്യന്റെ മരണത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുകയാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ ചുറ്റിക്കൊണ്ട്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധം ഘോഷിക്കൊണ്ട് ആകാശ ലോകത്തേക്ക് യാത്രയാകുമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ മലക്കുകൾ കയറി പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ആകാശം? എത്രയോ മുകളിലാണ്, നക്ഷത്രങ്ങൾക്കും അപ്പുറത്താണ്, തമോഗർത്തങ്ങൾക്കും അപ്പുറത്താണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനാകെ കണ്ടെത്തിയത് 5% താഴെയാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. അവിടെ തന്നെ 2 ട്രില്യണോളം ഗാലക്സികൾ ഉണ്ട് എന്നാണ്. ഓരോ ഗാലക്സിയിലും 10 കോടിയോളം നക്ഷത്രങ്ങളുണ്ട് എന്നാണ്. ഏറ്റവും ചെറിയ നക്ഷത്രത്തിന് 15 ലക്ഷത്തോളം ഭൂമി ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ്. എന്നാൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? ആ പ്രപഞ്ചം മുഴുവനും കടന്നുകൊണ്ട് ഈ മനുഷ്യന്റെ റൂഹുമായി മലക്കുകൾ യാത്ര പോകുമെന്നാണ്. എവിടേക്കാണ് യാത്ര പോകുക? ഒന്നാമത്തെ ആകാശത്തിലേക്കാണ് യാത്ര പോകുക. ഒന്നാമത്തെ ആകാശത്തിലെത്തുന്ന സമയം ഓരോ ആകാശത്തിനും മലക്കുകൾ പരാപകാരായി ഉണ്ടാകും. ആകാശത്തിന്റെ മലക്കുകൾ ചോദിക്കുകയാണ്, ആരാണ് ഇയാൾ? എന്തിനാണ് ഇയാളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ആ സമയം ഈ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നാലിന്ന വ്യക്തിയാണ് ആകാശത്തിന്റെ പരിശുദ്ധമായ ലോകത്തിലേക്ക് അല്ലാഹു പ്രവേശനം അനുവദിച്ച മനുഷ്യനാണ്. അങ്ങനെ ഈ മനുഷ്യന് വേണ്ടി ഒന്നാമത്തെ ആകാശം തുറക്കപ്പെടുകയാണ്. ഒന്നാമത്തെ ആകാശത്തിന്റെ കവാടത്തിൽ നിന്ന് രണ്ടാമത്തെ ആകാശത്തിന്റെ കവാടം വരെ വെളിച്ചത്തിന്റെ ഒരു വഴി പ്രത്യക്ഷപ്പെടുമെന്നാണ്. ആ വെളിച്ചത്തിന്റെ വഴിയിലൂടെ രണ്ടാമത്തെ ആകാശത്തിലേക്കും മൂന്നാമത്തെ ആകാശത്തിലേക്കും നാലാമത്തെ ആകാശത്തിലേക്കും ഈ മനുഷ്യൻ യാത്ര പോകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് കഥയല്ല, പറഞ്ഞു വരുന്നത് ഐതിഹ്യമല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പറഞ്ഞു തന്ന സംഭവങ്ങളാണ്. അങ്ങനെ 7ാമത്തെ ആകാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ വാത്സല്യനിധിയായ പടച്ചറപ്പ് പറയുകയാണ്, എന്റെ അടിമയുടെ ഗ്രന്ഥം ഇല്ലിയൂനിൽ രേഖപ്പെടുത്തണമെന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ ഗ്രന്ഥം ഇല്ലിയൂനിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്താണ് ഇല്ലിയൂൻ? അത് ആകാശത്തുള്ളൊരു രജിസ്റ്ററാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, ആ ദാസന്മാരുടെ പേരുകൾ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ പേരുകൾ എഴുതി വെക്കുന്ന പുസ്തകമാണ് കിതാബുൽ ഇല്ലിയൂൻ. ആ ഇല്ലിയൂനിൽ ഈ മനുഷ്യന്റെ പേര് എഴുതി വെച്ചുകൊണ്ട് അതാ ഈ ദുനിയാവിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. ദുനിയാവിലേക്ക് യാത്ര തിരിക്കുന്ന സമയം ഈ മനുഷ്യന്റെ മയ്യത്ത് ഒളിപ്പിക്കുന്നുണ്ടാവും, ഈ മനുഷ്യന്റെ കഫൻ പുടവ ചുറ്റുന്നുണ്ടാവും, ഈ മനുഷ്യനെ മയ്യത്ത് കട്ടിലിൽ കിടത്തി തോളത്ത് വെച്ചുകൊണ്ട് ആളുകൾ പള്ളിക്കാട്ടിലേക്ക് നടക്കുന്നുണ്ടാവും. ആ സമയം ഈ മനുഷ്യൻ പറയുകയാണ്, എന്നെയും കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോകണേ, നിങ്ങളൊന്ന് വേഗതയിലാക്കണേ, കാരണം എനിക്ക് എന്റെ അഹ്ലിനെ കാണാനുണ്ട്, അള്ളാഹു എനിക്ക് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെ കാണാൻ എനിക്ക് തിടുക്കമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പെട്ടെന്ന് എന്റെ ഖബറിലേക്ക് എത്തിക്കണേ എന്ന് ഈ മയ്യത്ത് പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് അയാളുടെ ജീവിതം തുടങ്ങുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ 3ാമത്തെ ഘട്ടമാണ്. 1ാമത്തെ ഘട്ടം ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ്, 2ാമത്തെ ഘട്ടം ഈ ദുനിയാവിലാണ്, 3ാമത്തെ ഘട്ടം പ്രിയപ്പെട്ടവരെ അത് ഖബറിലാണ്. 1ാമത്തെ ഘട്ടത്തെക്കാൾ വലുതാണ് 2ാമത്തെ ഘട്ടം, 2ാമത്തെ ഘട്ടത്തെക്കാൾ എത്രയോ വലുതാണ് 3ാമത്തെ ഘട്ടം. അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലത്തേറെയായി ഇന്നും ഖബറിലാണ്. മൂസാ നബി സഹസ്രാബ്ദങ്ങളായി ഖബറിലാണ്. ആദം നബി എത്രയോ കൊല്ലമായി ഖബറിലാണ്. ഞാൻ നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ എത്ര കാലം ആ ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല. എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. ആ ഖിയാമത്ത് സംഭവിക്കുന്നത് വരെ ഖബറിൽ കിടക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് നമ്മുടെ ശരീരം വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിൽ മുഅ്മിനാകട്ടെ കാഫിറാകട്ടെ എല്ലാവരും അനുഭവിക്കേണ്ട ചില പ്രകൃതി നിയമങ്ങൾ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? ആ ഖബർ ഇടുക്കിക്കളയുമെന്നാണ്. ഏകാന്തതയുടെ ഖബറ്, ആരോരും കൂട്ടിനില്ലാത്ത ഇരുട്ട് മാത്രമുള്ള ചിതലുകളും പുഴുക്കളും മാത്രമുള്ള ഖബറ്. ആ ഖബറിലേക്ക് നമ്മെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല മനുഷ്യരാവട്ടെ, അല്ലാഹുവിന് എത്ര
എത്ര ഇഷ്ടപ്പെട്ട ആളാവട്ടെ ആ ഖബർ നമ്മളെ ഇടുക്കി കളയുമെന്നാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത്. അദ്ദേഹം മരിക്കുന്നത് ഖന്തഖ് യുദ്ധത്തിലാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലേറ്റ മുറിവ് കാരണം അതിലൂടെ രക്തം വാർന്നാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയം 3 അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ അത്ഭുതം എന്താണ്? സഅദിന്റെ മയ്യിത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിയ ഉടനെ ആകാശത്ത് മുഴുവൻ സ്വാഗതം ഓതപ്പെട്ടുകൊണ്ട് ആകാശത്തിന്റെ വാതിലുകളെല്ലാം ഉയർക്കെ തുറക്കപ്പെട്ടു. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ റൂഹുമായി ആകാശത്തെത്തുമ്പോൾ മാത്രമാണ് വാതിലുകൾ തുറക്കപ്പെടുക. എന്നാൽ സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോ ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ തുറക്കപ്പെടുകയാണ്. രണ്ടാമത്തെ അത്ഭുതം എന്താണ്? 70,000 മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. എന്തിനാണ്? അള്ളാഹുവിന്റെ ഈ ഇഷ്ടദാസന്റെ മയ്യിത്ത് ചുമക്കുന്നതിന് വേണ്ടി. മൂന്നാമത്തെ അത്ഭുതം എന്താണ്? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും പരിഭാവനമായ, ഏറ്റവും അത്ഭുത ഉളവാക്കുന്ന സൃഷ്ടിയാണ് അർശ്. അള്ളാഹുവിന്റെ അർശ് പോലും സഅദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിറച്ചുപോയി എന്നാണ്. അത്രമാത്രം അള്ളാഹുവിന്റെ സവിധത്തിൽ സ്ഥാനമുള്ള ഒരു വലിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഖബറിൽ വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഇന്നേ ദിവസം സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ആർക്കും തന്നെ രക്ഷയില്ല. എല്ലാ മനുഷ്യരെയും ഖബറിടുക്കി കളയുന്നതാണ്. ആണിനെയും പെണ്ണിനെയും കറുത്തവനെയും വെളുത്തവനെയും പണക്കാരനെയും പണിക്കാരനെയും പണ്ഡിതനെയും പാമരനെയും സകലരെയും ആ ഖബറിന്ന് ഇടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ ഇടുക്കത്തിന് ഒരു അവസാനമുണ്ട്. മുഴുവൻ സമയവും ആ ഖബർ ഇടുങ്ങി തന്നെ ഇരിക്കുകയില്ല. ആ ഖബറിലേക്ക് 2 മലക്കുകൾ വരുമെന്നാണ്. ആ മലക്കുകളുടെ പേര് മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മലക്കുകളുടെ രൂപത്തെ കുറിച്ച് നീണ്ട ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മലക്കുകൾ വരുന്നത് എന്തിനാണ്? അല്ലാഹു നിശ്ചയിച്ച ചില സംവിധാനങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുക ഈ ദുനിയാവിൽ നിന്ന് നേടിയെടുത്ത ഇൽമിനനുസരിച്ചല്ല, അമലിനനുസരിച്ചാണ്. പ്രത്യേകം മനസ്സിലാക്കണം. ഈ ദുനിയാവിൽ നമുക്ക് എത്ര ഇൽമുണ്ടായിക്കൊള്ളട്ടെ, എത്ര കോളേജിൽ പഠിച്ചാലാവട്ടെ, ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി PhDയും നേടി ഖുർആനും ഹദീസും മുഴുവൻ കലക്കി കുടിച്ചാലും അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഖബറിൽ ഉത്തരം പറയാൻ സാധ്യമല്ല. ആ ഖബറിൽ ഉത്തരം പറയാൻ സാധിക്കുക അമലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അഖീദയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വളരെ സിമ്പിളായ ചോദ്യം, വളരെ ലളിതമായ ചോദ്യം. എന്താണ് ആ ചോദ്യം? മൻ റബ്ബുക? ആരാണ് നിന്റെ റബ്ബ്? 5 വയസ്സുള്ള ഒരു കുട്ടിയെ വിളിച്ചിട്ട് മോനെ നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് മറുപടി പറയാൻ ആ കുട്ടിക്ക് സാധിക്കുമെന്നാൽ 50 വയസ്സുള്ള ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഖബറിൽ കിടത്തി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അമൽ ചൊവ്വല്ലെങ്കിൽ, ആ മനുഷ്യന്റെ അമലുകൾ കൃത്യമല്ലെങ്കിൽ, ആ മനുഷ്യന്റെ വിശ്വാസം കൃത്യമല്ലെങ്കിൽ ആ ചോദ്യത്തിന് അയാൾക്ക് മറുപടി പറയാൻ സാധ്യമല്ല. ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ അയാൾ പറയുന്ന മറുപടി എന്താണ്? ലാ അദ്രി, ലാ അദ്രി, എനിക്കൊന്നും അറിയില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണ് എന്നോട് ചോദിക്കപ്പെടുന്നത് എനിക്കൊന്നും അറിയില്ല. എന്നാൽ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാൽ സ്വീകരിക്കപ്പെട്ട ഈ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ദുനിയാവിൽ ഏതൊരു കലിമത്തിലാണോ അവർ അടിയുറച്ചു നിന്നത്, ഈ ദുനിയാവിൽ ഏതൊരു റബ്ബിന്റെ പാശത്തിലാണോ അവർ മുറുകെ പിടിച്ചത്, ഈ ദുനിയാവിൽ ഏതൊരു റബ്ബിനോടാണോ അവർ വിതകളും വ്യസനങ്ങളും വേവലാദികളും പറഞ്ഞത്, ആ റബ്ബിന്റെ നാമം അവിടെ ഉച്ചരിക്കാൻ യാതൊരു പ്രയാസവും അവർക്കുണ്ടാകുന്നതെന്ന അല്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ അള്ളാഹുവിന് പുറമെ പല ആളുകളിലും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. മരിക്കാൻ പോകുന്ന നേരത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ടതില്ല, സിയം എന്ന വാക്ക് മാത്രം പറഞ്ഞാൽ മതി എന്ന് സാധാരണക്കാരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ആളുകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ മുൻകർ നകീർ ചോദ്യം ചോദിക്കാൻ വന്നാൽ ആ മുൻകർ നകീറിനോട് സിയം മടവൂരിന്റെ പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പാവപ്പെട്ട പാമരജനങ്ങളെ പറ്റിക്കുന്ന പുരോഹിത പരീക്ഷകൾ ഇന്ന് ലോകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യർ അള്ളാഹുവിൽ നിന്ന് വിട്ടുകൊണ്ട് മറ്റു
ഉണ്ടെങ്കിലും ആ ഖബറിൽ വെച്ച് അള്ളാന്റെ പേര് പറയാൻ അവർക്ക് സാധ്യമല്ല, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ അവർക്ക് സാധ്യമല്ല. എന്നാൽ ഈ മനുഷ്യർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച ആളുകൾ എന്തൊക്കെ രോഗങ്ങൾ വന്നിട്ടും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടും അള്ളാഹുവിന്റെ മേൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച ആളുകൾ ഖബറിൽ വെച്ച് വളരെ സുന്ദരമായി പറയുകയാണ്, റബ്ബീ, അല്ലാഹ്